ഇന്ന് ഞങ്ങൾ കോട്ടയത്ത് എത്തിയിട്ട് ഡേ 2 ആണ് കേട്ടോ. മോർണിംഗ് തന്നെ എണീച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഏറ്റുമാനൂർ മഹാദേവ ടെമ്പിളിൽ തൊഴാനായിരുന്നു. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇന്ന് സ്റ്റേറ്റ് കലോത്സവം ഉള്ളത്. അവിടേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. കോടമഞ്ഞൊക്കെ വീണിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓട്ടോയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് അവർക്ക് ലൈവ് മ്യൂസിക് ഉള്ളത്. അവിടെ ഫസ്റ്റ് പ്രോഗ്രാം എന്ന ലൈവ് മ്യൂസിക് ആണ്. അതിനുശേഷം ഉച്ചയ്ക്ക് മാപ്പിളപ്പാട്ടും കൂടി ഉണ്ട്. 8:30 ലൈവ് മ്യൂസിക് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളുടെ നെയിം ക്ലസ്റ്റർ 3 വന്നുകൊണ്ട് 10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ സ്റ്റേജിൽ കയറാൻ വേണ്ടി. ലൈറ്റ് മ്യൂസിക്കിന് ശേഷം ഒരു മാംഗോ ഫ്രൂട്ടും നെയ്യപ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് പാരിഷ് ഹാളിലേക്കായിരുന്നു. പാരിഷ് ഹാളിൽ വെച്ചിട്ടായിരുന്നു അവളുടെ മാപ്പിളപ്പാട്ടിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പാരിഷ് ഹാളിൻ്റെ ചുറ്റുപാട് കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോ, റബ്ബർ തോട്ടമൊക്കെ ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ ഏറ്റുമാനൂർക്കായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നേരെ മഹാലക്ഷ്മി സിൽക്സിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരെ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ ഏറ്റുമാനൂർ ടെമ്പിളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോണൊന്നും എടുക്കാതെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കൽവിളക്കിലുള്ള കരി എടുത്ത് ഞങ്ങളെല്ലാവരും കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ വൈകുന്നേരം ഫുള്ള് ഞങ്ങൾ ഏറ്റുമാനൂരായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. ദാറ്റ്സ് ഓൾ.